and welcome to Super Prime Time Live Show 3 in 1 in association with Time Express Cargo. Our gift sponsored by Calicut Junction, Green Olives Beauty Salon and special gift hamper from Ujala. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വീക്ക് സ്റ്റാർട്ടിംഗ് ആണ്, മൺഡേ ആണ്. സോ 3 in 1 ആയിട്ട് ഞാൻ എത്തിയിരിക്കുന്നു. ദിസ് ഇസ് സുചിത വിത്ത് യു ടുഡേ ആൻഡ് ഫ്രം 7:30 to 8:30 ഞാനിവിടെ 3 in 1 ആയിട്ടുണ്ടാവും. കൈ നിറയെ സമ്മാനങ്ങളും പക്ഷെ കൈ നിറയെ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യുന്നവർക്ക് സമ്മാനങ്ങൾ തരാനായിട്ട് ഞാനിവിടെ ഉണ്ടാവും. അപ്പോൾ 8:30 വരെ എന്നെ വിളിക്കേണ്ട നമ്പർ 0423822491. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളുക, നമുക്ക് സമ്മാനങ്ങളൊക്കെ അടിച്ചുകൊണ്ട് പോകണ്ടേ. ഇപ്പോൾ സമ്മാനങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ പറയേണ്ടത്, കാലിക്കറ്റ് ജംഗ്ഷൻ്റെ ഒരു ഫുഡ് വൗച്ചറാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഈ ഒരു ഫുഡ് വൗച്ചർ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് കാലിക്കറ്റ് ജംഗ്ഷനിൽ പോയിട്ട് അവരുടെ സ്പെഷ്യൽ സിഗ്നേച്ചർ ഡിഷസ് ഒക്കെ ഉണ്ട്. സോ ഇതെല്ലാം അടിച്ച് പൊളിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ഗ്രീൻ ഒലീവ്സ് ബ്യൂട്ടി സലൂൺ ആണ്, മൊബൈലിലാണ് ഗ്രീൻ ഒലീവ്സ് ബ്യൂട്ടി സലൂണിൻ്റെ ലൊക്കേഷൻ. സോ ഇവിടെ നിങ്ങൾക്ക് പോയിട്ട് എന്തെങ്കിലും ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ള സൗന്ദര്യത്തെ മാറ്റിക്കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റുന്നതാണ് ഗ്രീൻ ഒലീവ്സ് ബ്യൂട്ടി സലൂണിൽ. അതുപോലെ തന്നെ നമ്മൾ പറയാറുള്ള പോലെ ഇവിടെ വന്ന് ഈ ഗിഫ്റ്റ് കളക്ട് ചെയ്യുന്നവർക്കുള്ളതാണ് ഉജാലയുടെ ഗിഫ്റ്റ് ഹാമ്പർ. അതല്ലാതെ ആർക്കും ഉജാലയുടെ ഗിഫ്റ്റ് ആകുമ്പോൾ ഞങ്ങൾ കൊടുക്കണ്ടാവില്ല. ഇനി നമ്മുടെ ഷോയുടെ ടൈമിലെങ്കിലാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിന്ന് കുറച്ച് നേരം ഷോയിൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗിഫ്റ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഈ ഒരു നമുക്കൊരു കോൾ ഉണ്ട്. ഇനി നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ അപ്ഡേറ്റ്സ് തരുന്നുണ്ട്. ഈ ഒരു വർഷക്കാലത്തെ നമ്മുടെ ഒരു ഇവൻ്റ് ഉണ്ട്. അതായത് നമ്മുടെ നിതം കൺസൾട്ടൻസി നമുക്കായിട്ട് തരുന്ന ഹിറ്റ് മെലഡി ഡ്രീംസ്. പാട്ടിനെ സ്നേഹിക്കുന്നവർക്കും പാട്ടുകാരാവണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും പാട്ടുകാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഹിറ്റ് മെലഡി ഡ്രീംസ്. ഹിറ്റ് മെലഡി ഡ്രീംസിൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കേട്ട് പരിചയമുള്ള എല്ലാവർക്കും അറിയാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ പുതിയതായിട്ട് ഷോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഷോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഹിറ്റ് മെലഡി ഡ്രീംസിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ 2 വ്യത്യസ്ത ശൈലിയിലുള്ള പാട്ടുകൾ, അത് മലയാളത്തിലും തമിഴിലും നിങ്ങൾ പാടിയിട്ട് കരോക്കെയോ വേറൊരു മ്യൂസിക് ഒരു ഇതും ഇല്ലാതെ നിങ്ങളുടെ ഓൺ വോയിസിൽ മാത്രം റെക്കോർഡ് ചെയ്തിട്ട് ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾ hello@melodydreams.a സെൻഡ് ചെയ്യാം. ഇനി മെയിൽ ഐ ഡിയിൽ ശ്രദ്ധിക്കുക, hello@melodydreams എന്ന് പറയുന്നത് ഡ്രീംസിൽ ആണ് വരുന്നത്, ഇസഡ് ആണ് വരുന്നത്. സോ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്യുക. ഇതിൽ നമ്മൾ പറയുന്നത് പോലെ എല്ലാ മന്തും 5 പാട്ടുകാരെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഇവർക്ക് ഒരു സെലിബ്രിറ്റി സിംഗറിൻ്റെ കൂടെ പാടാനുള്ളൊരു അവസരമുണ്ടാവും. എപ്പോൾ ഈ ഒരു ഹിറ്റ് മെലഡി ഡ്രീംസിൻ്റെ മെഗാ ഇവൻറ്റിൽ വെച്ചിട്ട്. അത് നടക്കുന്നത് എല്ലാ മന്തും ഉണ്ടാവും. ഓരോ മന്തും ഓരോ സെലിബ്രിറ്റി സിംഗേഴ്സ് ആയിരിക്കും ഇതിന് വേണ്ടിയിട്ട് വരുന്നതും. അപ്പോൾ ഈ ഒരു മന്ത് സെലക്ട് ആയില്ലെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവിടെ വെച്ച് നിർത്തരുത്. ഇതൊരു 12 months ഓഫ് ജേർണിയാണ്. അപ്പോൾ ഈ ഒരു വർഷത്തെ കാലത്തേക്ക് നിങ്ങൾ എന്തായാലും ഇത് സെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് അത്രത്തോളം പാട്ടിനെ സ്നേഹിക്കുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ ഗായകരാകണമെന്ന് ആഗ്രഹിക്കുന്നവരോ ആയിരിക്കും. അപ്പോൾ ഉറപ്പായിട്ടും സെൻഡ് ചെയ്യുക. ആ ഒരു ടൈം എന്തായാലും നമുക്ക് വേണ്ടിയിട്ടുള്ളൊരു ടൈം എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചേ പറ്റൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് ഈ ഒരു ഹിറ്റ് മെലഡി ഡ്രീംസിൻ്റെ മെഗാ ഇവൻറ്റിൽ പാടാനുള്ള അവസരം ഉണ്ടാവും. ഈ മന്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തായാലും അടുത്ത് തന്നെ ആരൊക്കെയാണ് സെലക്ട് ആവാൻ പോകുന്നത്, സെലിബ്രിറ്റി സിംഗർ ആരാണ്, ഈ ഡീറ്റെയിൽസ് ഒക്കെ സൂൺ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആവുന്നതാണ്. ഓക്കെ, അതാണ് നമ്മുടെ ഹിറ്റ് മെലഡി ഡ്രീംസ്. എനിക്കൊന്ന് കേട്ട് പരിചയമായി എല്ലാവർക്കും. ഈ ഒരു വർഷക്കാലത്തെ ജേർണിയാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു KMFA എന്ന് പറയുന്നത് ഒരു അസോസിയേഷനാണ്. സോ ഇവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടർഫുൾ ലോഞ്ച് തന്നെ ചെയ്യുന്നുണ്ട്. ഇത് വരാൻ പോകുന്നത് ഈ ലോഞ്ച് 28th ജൂലൈയിലാണ് നമ്മുടെ സ്വന്തം വേൾഡ് ട്രേഡ് സെൻറ്ററിലെ ഹാൾ നമ്പർ 6 വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ലോഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ KMFAയിൽ കൂടുതലും അവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഫിറ്റ്നസ്സിനെയും സ്പോർട്സിനെയും അതുപോലെ തന്നെ ഒരു സൗഹൃദ കൂട്ടായ്മ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക ഹെൽത്ത് റിലേറ്റഡ് ഈവൻറ്റ്സ് ചെയ്യണോ, എന്ത് വേണമെന്നുണ്ടെങ്കിലും അവർ വെൽക്കം ചെയ്യുന്നുണ്ട്. എന്ത് ടൈപ്പ് ഓഫ് ഈവൻറ്റ്സ് ആയിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എല്ലാത്തിനും KMFA നിങ്ങളെ വെൽക്കം ചെയ്യാണ്. മെയിൻലി ഫോക്കസിങ് ഓൺ പീപ്പിൾ ഹു ആർ എബവ് 40. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ആയിരിക്കും ഫിറ്റ്നസിൻ്റെ കൂടുതൽ പ്രാധാന്യവും അല്ലെന്നുണ്ടെങ്കിൽ ഒരു സൗഹൃദ കൂട്ടായ്മയുടെ പ്രാധാന്യവും എല്ലാം ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും KMFAയുടെ ഈ ഒരു ലോഞ്ച് എന്ന് പറയുന്നത് വണ്ടർഫുൾ ഈവൻ്റ് ആയിരിക്കും. അപ്പം മറക്കാതെ 28th ജൂലൈയിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൽ പോവുക. ഹാൾ നമ്പർ 6 അതുപോലെ തന്നെ ഈ ഒരു ലോഞ്ച് ഈവൻറ്റിൽ വെച്ചിട്ട് അവർ ചെയ്യാൻ പോകുന്നൊരു വേറൊരു വണ്ടർഫുൾ ഇതെന്ന് പറഞ്ഞാൽ ഫുട്ബോൾ എക്സ്ട്രാ വാഗൻസ. ഇതിൻ്റെ ക്യാപ്ഷൻ തന്നെ വായിച്ചാൽ അടിച്ചു കയറി വാ എന്നാണ് പറയുന്നത്. അത്രത്തോളം നിങ്ങളെ ഹാർട്ട്ലി വെൽക്കം ചെയ്യുകയാണ്. ഈ ഒരു ഫിറ്റ്നസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ട്ലി മാച്ച് എന്ന് തന്നെ പറയാം ഫുട്ബോളിൻ്റെ. അതിൽ ഒരുപാട് ടൈപ്പ് ഓഫ് മാച്ചസ് എല്ലാം അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാനതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ
ഇപ്പം റെഗുലർ ആയിട്ടുള്ള ലീഗ് മത്സരങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 1 ഡേ ടൂർണമെന്റ്സ് ഇതെല്ലാം തന്നെ KMFA നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് നല്ലൊരു ഇതായിരിക്കും. കാരണം ഇവിടെ ഇപ്പം നമുക്കറിയാം, നമുക്ക് ഫ്രണ്ട്സായിട്ട് കണക്ട് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സ് ആയിട്ട് കണക്ട് ചെയ്യാനോ ഒക്കെ എപ്പോഴും നമുക്ക് പറ്റിയെന്ന് വരില്ല. അത്രത്തോളം നമ്മൾ എപ്പോഴും ബിസിയാണ്. പക്ഷേ ഇങ്ങനെ ഓരോ കൂട്ടായ്മയിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം അവിടുത്തെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഈവൻറ്റ്സ് വരുമ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവും അതിൻ്റെ അകത്ത്. അപ്പം നമ്മുടെ ആ ഒരു പഴയ നൊസ്റ്റാൾജിക് ഫീലിങ്സിലേക്കായിരുന്നു നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിനെന്തായാലും KMFA നിങ്ങളെ അത്രത്തോളം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ലോഞ്ചിന് പോയി നോക്കുക, അവിടുത്തെ ഈ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിനും ജോയിൻ ചെയ്യുക. പിന്നെ നിങ്ങൾ KMFAയുടെ ഒരു ഭാഗമായി തീരും. സോ അതാണ് KMFAയുടേത്. എന്തായാലും 28 ജൂലൈ ആരും മറക്കണ്ട. വേൾഡ് ട്രേഡ് സെൻറ്റർ ഹാൾ നമ്പർ 6 വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അപ്ഡേറ്റ്സ് പറയാനുള്ളത് ഈ ഒരു വീക്കിൽ. അപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 മാലിക്. ആ ഇപ്പൊ കേട്ടു. നേരത്തെ എന്റെ സൗണ്ട് കേൾക്കുമ്പോഴും എനിക്ക് എന്തോ ഒരു ഇതുപോലെ തോന്നുന്നുണ്ടായിരുന്നു. ഓക്കെ, കറക്റ്റ്. പറയൂ, എന്തിന്റെ വിശേഷം? ആ, പുതിയതായിട്ട് വിശേഷങ്ങളൊന്നും ഇല്ല ഈ ആഴ്ച? പുതിയതായിട്ട് ഷൈലൻഡി വന്നിട്ട് എന്തായിരുന്നു? പിന്നെ വന്നിട്ട് ഇപ്പൊ ഒരാഴ്ചയല്ലേ ഉള്ളൂ? എന്നിട്ട് പുതിയതായിട്ട് എന്ത് ഡിഷ് ഉണ്ടാക്കി തന്നത് വന്നതിന് ശേഷം? ചിക്കൻ ബിരിയാണി വെച്ചു. അതാണോ പുതിയതായിട്ട് ഉണ്ടാക്കിയ ഡിഷ്? അല്ലാണ്ട് പുതിയതായിട്ട് ഒന്നും ഉണ്ടാക്കി. അത് കഷ്ടമായി പോയല്ലോ. എന്തെങ്കിലും ഒരെണ്ണം പുതിയതായിട്ട് ഉണ്ടാക്കി തരാൻ പറയണ്ടേ? ശരി, മാലിക് എന്താണ് തിരിച്ച് ചെയ്തു കൊടുത്തത്? ഒരു മാസമായിട്ട് നാട്ടിൽ പോയി സർജറി ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് ഒക്കെ എടുത്ത് വന്നതല്ലേ? എന്താ തിരിച്ചു വാങ്ങിച്ചു കൊടുത്തേ? ആ, അതാ ചോദിക്കാന്ന്. എന്താ വാങ്ങിച്ചു കൊടുത്തേ? മറ്റേ മക്ഡൊണാൾഡ്സിലെ ബർഗർ. ഓ, അത് ശരി, അത് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? അല്ലല്ല, ഞാൻ ഇടക്കിടക്ക് കഴിക്കുന്നുണ്ട്. അതല്ല, ആന്റി മിസ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ എന്നാ പറഞ്ഞത്. ഒരു മാസം കഴിച്ചില്ലായിരുന്നല്ലോ ആന്റി. അങ്ങനെ ഇഷ്ടമില്ല, എന്നാലും വാങ്ങിച്ചു കൊടുത്താ കഴിക്കും. ആ, അതാണ്. എന്തല്ലേ ഒരു ഇതല്ലേ. കൊള്ളാം, അടിപൊളി. എന്നിട്ട് ഈ ഒരു മാസവും ഇപ്പൊ ആന്റി വന്നതിന് ശേഷം ഉള്ളത് എങ്ങനെയുണ്ട് ആ ഡിഫറൻസ്? ഭയങ്കരമായിട്ട് മിസ് ചെയ്തില്ലായിരുന്നോ? മിസ് ചെയ്തു. എന്ത് കാര്യത്തിലാ മിസ് ചെയ്തത്? ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലൊന്നും പറയരുത്, അടിയുള്ളൂ. ഫുഡിന്റെ കാര്യത്തിലൊന്നും പറയരുത്, അടിയുള്ളൂ. തന്നെത്താനെ വെക്കാൻ പഠിക്കണം, അല്ലേ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് മനസ്സിലായി, കിച്ചൺ എവിടെയാന്ന് പോലും അറിയില്ലായിരുന്നു. ഞാൻ അത് അന്ന് പറഞ്ഞു, മറ്റേ ഒരു ഫിലിമിൽ നമ്മുടെ മോഹൻലാലിന്റെ അവസ്ഥ ഉണ്ടല്ലോ, കിച്ചണിൽ പോയിട്ട് ഒരു നല്ല ഡിസ്റ്റൻസിൽ നിന്ന് ഗ്യാസ് ഓൺ ചെയ്യുന്നത്. അത് ഏതായിരുന്നു? സ്പിരിറ്റ്. അതേപോലെയായിരുന്നു മാലിക് എന്ന് പറഞ്ഞു. സത്യല്ലേ? അതുപോലെ എന്നാലും ഒരു അത്യാവശ്യം വന്നാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ, പഠിക്കണ്ടേ അല്ലേ? ഇതൊരു അവസരമായിരുന്നു. ഒരു മാസക്കാല സമയം ഉണ്ടായിരുന്നു, നമുക്ക് നന്നാവാനുള്ള സമയം ഉണ്ടായിരുന്നു. എത്ര പരീക്ഷണങ്ങൾ നടത്തി നമുക്ക് നന്നാവാമായിരുന്നു, ഇല്ലേ? എല്ലാം കളഞ്ഞില്ലേ? അത് ഉറപ്പായിട്ടും നന്നാവും, ഉറപ്പായിട്ടും നന്നായിരിക്കും. അന്നേരം ഞങ്ങൾ വിളിക്കാട്ടോ. അപ്പൊ മാലിക്കുണ്ട് ചിക്കൻ ബിരിയാണി വരെ വെക്കാനുള്ളത് ഉണ്ടാവും. എല്ലാ ആഴ്ചയും വിളിക്കും, പറയും ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി, വെറൈറ്റി ഓഫ് ചിക്കൻ ബിരിയാണീസ്, അല്ലേ? പറയും ഇൻഷാ അല്ലാഹ്. അതെ, ഇതിന് മാത്രം നോക്കാമെന്ന് പറയുന്നുള്ളല്ലേ? ചെയ്യേണ്ടി വരും. ഇപ്പൊ എന്താറിയോ, ഉമ്മ പാമ്പർ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകും. പാവല്ലേ, എന്റെ മോനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അന്നേരം ആരും പാമ്പർ ചെയ്യാനുണ്ടാവില്ല. ഇത് റിയാലിറ്റിയാണ്, റിയാലിറ്റി. ഓക്കെ, പിന്നല്ലാതെ നമ്മൾ അതിൽ നിന്നൊക്കെയാണ് പഠിക്കുന്നത്. അതെ. കല്യാണത്തിന് മുന്നേ ഒന്നും അടുക്കള കയറില്ല. ഞാനാണോ? അങ്ങനെയല്ല, ഞാൻ ഉണ്ടാക്കായിരുന്നു. പക്ഷെ എന്റെ ഹസ്ബൻഡ് കേറില്ലായിരുന്നു. ഇപ്പൊ കേറാൻ തുടങ്ങി. നമ്മൾ കേറ്റാൻ തുടങ്ങി എന്ന് പറയും, അതാണ്.
ഞാൻ ഉണ്ടാക്കും, ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യാറുന്നു. ഉം. ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യും, എല്ലാരെ കൊണ്ട് നല്ലതെന്ന് പറയിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു. കയ്യിലൊരു വടിയും വെച്ചിട്ട് അങ്ങനെ തന്നെ. നല്ലതാണെന്ന് പറ. അതാണ്. അങ്ങനെയെങ്കിലും ഞാൻ പറയിപ്പിക്കും. ശരി, ഈ വീക്ക് ഫിലിം ഒന്നും കണ്ടില്ല? ഈ വീക്ക് വലിയ പ്രത്യേകിച്ച് ഒന്നും ഇറങ്ങിയില്ലല്ലോ. ആയില്ല. പുറത്തു പോയോ? പുറത്തു പോയി. പോയോ? എങ്ങനെ ഉണ്ടായിരുന്നു? എന്തോന്നു? പുറത്ത് പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? പുറത്ത് വെളിയിലല്ല, ഏതെങ്കിലും മോളിൽ പോവും. ചുമ്മാ ഇങ്ങനെ ഒരു ഷോപ്പിന്റെ മുന്നിൽ വട്ടം ചുറ്റി നടക്കും. ആണല്ലേ. ഓ, ഇവിടെ ആക്ച്വലി നമ്മൾ കാറിൽ നിന്ന് പോലും ഒന്ന് പുറത്തിറങ്ങിയാൽ അത്രയ്ക്ക് ഹ്യൂമിഡിറ്റി ആയിരുന്നു. നിന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് സ്വെറ്റ് ചെയ്യല്ല, നമുക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ഇറിറ്റേഷൻ തോന്നില്ലേ, അങ്ങനെയായിരുന്നു. അത്രയ്ക്ക് ഹ്യൂമിഡിറ്റി ആയിരുന്നു. ടാക്സിയിൽ നിന്ന് ഇറങ്ങിയ നേരെ മോളിൽ കയറുക. ഓ, ഇത് വെളിയിറങ്ങുമ്പോ ടാക്സി കയറുക. അതാണ്. ഇത് ഫീൽസ് ലൈക്ക് 56 എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് ഇതുണ്ടായിരുന്നു. ചൂടിന്റെ അല്ല, ഹ്യൂമിഡിറ്റി ആണ് കൂടുതൽ, അത്രയ്ക്കും. അങ്ങനെ കൊള്ളാം. അപ്പൊ ടാക്സിയിലാണോ കൂടുതലും യാത്രകളൊക്കെ? എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയില്ല, ഇനി എടുക്കണം. ലൈസൻസ് ഉണ്ട്. ലൈസൻസ് ഉണ്ട്. ഓ, ഇത് എടുക്കും അധികം വൈകാതെ. ആണല്ലേ. 2 മാസത്തിനകം. ഓക്കെ, എന്തായാലും എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഡെയിലി ഇങ്ങനെ അബുദാബി ദുബായ് ഷട്ടിൽ അടിക്കാം. ഇടയ്ക്ക് വീക്കിലി ഞങ്ങൾ വീക്കിലി കാണാൻ വന്നാൽ മതി, ഡെയിലി എന്ന് പറയുന്നില്ല. അപ്പൊ എന്തറിയോ, കാണൂലല്ലോ. അല്ലല്ല, സാറ്റർഡേ സൺഡേ സ്റ്റുഡിയോയിലില്ലല്ലോ. ബാലിക്ക് വിളിച്ചാൽ മതി, ഞങ്ങൾ വരും. പിന്നല്ല, പിന്നല്ല, നമ്മള് സംഭവം നേരത്തെ പറയണമെന്നേ ഉള്ളു, അല്ലാണ്ട് പെട്ടെന്നൊക്കെ വന്നിട്ട് അവിടെ ഇവിടെ വന്നാലും ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഞാൻ നിരഞ്ജൻ ബ്രോയെ അറിയിക്കാം. നിരഞ്ജൻ ബ്രോയെ അറിയിച്ചാൽ. നിരഞ്ജൻ ബ്രോ ഇപ്പൊ എന്നോട് പറഞ്ഞതേ ഉള്ളൂ, നേരത്തെ പറഞ്ഞാ മതി. അതെ, അപ്പൊ പിന്നെ ഗിഫ്റ്റ് ഒക്കെ കിട്ടുമ്പോഴത്തേക്ക് നേരെ മാലിക്ക് ഓടി വരും. അതെ, ഓ എടുക്കൂലോ, അതെന്താ എടുക്കാത്തെ? ഇവരെന്നും വർക്കിംഗ് ആണ്. സാറ്റർഡേ ഷോ ഉണ്ടല്ലോ. ഇപ്പോ സാറ്റർഡേ നമ്മുടെ ടോക്ക് ഓഫ് ദി ടൗൺ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ലൈവ് ഷോ തുടങ്ങിയിട്ടുണ്ട്. ഷോ ഉണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു, നേരത്തെ ഡോക്ടർ ലൈവ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോഴും സാറ്റർഡേസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. കൂടുതലായിട്ട് ഞങ്ങൾ സിനിമകളാണ് കാണുന്നത്. അതാണ് എടി, ഇഷ്ടംപോലെ പ്രോഗ്രാംസ് യുബിയിൽ വന്നോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ നോൺ സ്റ്റോപ്പ് എന്റർടൈൻമെന്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ പറഞ്ഞോ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. യെസ്, യുവർ ചോയ്സ്. യുവർ ചോയ്സ് അല്ലേ? യെസ്, അപ്പൊ പറഞ്ഞോ, ഏത് വേണം? പൊളിറ്റിക്സ് വേണോ, സ്പോർട്സ് വേണോ, മൂവീസ് വേണോ, മ്യൂസിക് വേണോ? ഇമേജാ? ഉള്ളല്ലോ. ലാസ്റ്റ് ടൈം എനിക്ക് ഷൈലാൻഡ് ഇത് തന്നെ എടുത്തത്, ഇമേജ്. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു കുറെ നാളായി. നോക്കാം, നമുക്ക് നോക്കാം എന്താ വരാൻ പോകുന്നെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇമേജ് ആണ് മാലിക സെലക്ട് ചെയ്തത്. അപ്പൊ ഇമേജ് ഓക്കെ വന്നു കഴിഞ്ഞു. ഇമേജ് ടിവിയിൽ ശ്രദ്ധിച്ചോളൂ. ഈ സിനിമ ഏതാണ്? ഓപ്ഷൻ: പുന്നക്കൈ മന്നൻ, മാരോ ചരിത്ര, സതി ലീലാവതി. ഏതാണ്? പെട്ടെന്ന്, ടൈം ഔട്ട് ആവല്ലേ. ഓപ്ഷൻ എ പുന്നക്കൈ മന്നൻ. ഓക്കെ, നമുക്ക് എനിക്ക് ഞാൻ വിചാരിച്ചു സതി ലീലാവതി ആയിരിക്കുന്നു, ചുമ്മാ ഞാനും ഗസ് ചെയ്ത കേട്ടോ. തെറ്റി, സതി ലീലാവതി ആയിരുന്നു. കുഴപ്പമില്ല, നമ്മൾ എന്തായാലും വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി ഞാൻ ഷൈലാൻഡിനോട് സംസാരിച്ചോ. ഓക്കെ, ബൈ. അടുത്തൊരു കോളുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, വെൽക്കം ടു 3 in 1. ഇതാരാണ്? ആഷിഖ് ഓർ ഹാഷിം? ഹാഷിഫ്. ആസിഫ്? നമ്മുടെ സ്വന്തം ആസിഫ് അലിയുടെ പേരാണ്. അതില് ഒരു എച്ചും കൂടെ ഉണ്ട്, ആഷിഫ്. ഓക്കെ, നല്ല പേര്, അടിപൊളി. എവിടുന്നാ വിളിക്കുന്നേ? അജ്മാൻ എന്ന്. ആഹാ, വിളിച്ചിട്ടുണ്ടോ നേരത്തെ?
കൊറേ മാസങ്ങൾ മുമ്പ് സ്ഥിരം വിളിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എന്ത് പറ്റി? പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാല് എന്താന്നറിയില്ല. എന്താന്നറിയില്ല. ബ്രേക്ക് ഒന്നും ഒരു ബ്രേക്ക് വന്നു. ശരിയാണ്, ഒരു ബ്രേക്കപ്പ് ആഗ്രഹിക്കാത്ത. ചാനല് മാറ്റിയപ്പോ കണ്ടു. അത് ശരിയാ, ഇൻ ബിറ്റ്വീൻ ഒരു ബ്രേക്കപ്പ് ആഗ്രഹിക്കാത്തല്ലേ. അതന്നെ. കൊള്ളാം. അപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു കമ്പനിയില് ഫൈനാൻസിലൊക്കെ. ആഹാ, എങ്ങനെയുണ്ട് ഫൈനാൻസ് ഒക്കെ? കുഴപ്പമില്ല. നിങ്ങക്ക് ഈ സബ്മിഷനും വാറ്റ് സബ്മിഷനും സെറ്റിൽമെന്റും ഇതൊക്കെ വരുമ്പോ ഉള്ള പ്രഷർ ഒക്കെ എങ്ങനെയുണ്ട്? ഒന്നും പ്രശ്നമല്ലോ, എല്ലാം കൂളായിട്ട് പോകുന്നു. ശീലമായല്ലോ. അടിപൊളി. അജ്മാനിൽ എന്താ പ്രത്യേകതയുള്ള ഒരു കാര്യം എന്ന് പറയൂ? എന്താണ് ഏറ്റവും ഇഷ്ടമുള്ളത് അജ്മാനില്? അജ്മാനില് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ അജ്മാനിലാണ് താമസിക്കുന്നത്. അതൊരു പ്രത്യേകത. അതൊരു വലിയ പ്രത്യേകതയാണ്. അതല്ലാതെ ഒരു പ്രത്യേകത പറയാം, ജനറൽ ആയിട്ട് അജ്മാനെ പറ്റി പറയൂ. അജ്മാനില് എന്ന് പറഞ്ഞാല് ഷാർജനേക്കാൾ എനിക്ക് ഇഷ്ടം അജ്മാനായിരുന്നു. ഞാൻ ഷാർജ താമസിച്ചിരുന്നു, ദുബായ് താമസിച്ചിരുന്നു, അജ്മാൻ താമസിച്ചു. ദുബായ് നല്ല സ്ഥലം തന്നെ. ഷാർജനേക്കാൾ എത്രയോ ബെറ്റർ ആണ് അജ്മാൻ. അത് ശരിയാണ്. ലൈക് ക്ലീൻ, നീറ്റ് ആൻഡ് ക്ലീൻ എന്നുള്ള ഇതിലാണോ അതോ കുറച്ചും കൂടെ ഡ്രൈവ് ചെയ്യാനൊക്കെ ഒരു സുഖം? അജ്മാൻ ഓക്കെ. റോഡ്സ് ഒക്കെ കുറച്ചും കൂടെ നല്ലതാണല്ലേ? വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കൺജസ്റ്റഡ് ഒന്നുമില്ല, റോഡ് കൺജഷൻ ഒന്നുമില്ല. അടിപൊളി. അപ്പൊ അതൊക്കെയാണ് അജ്മാന്റെ പ്രത്യേകതകൾ. എനിക്ക് ദുബായിൽ താമസിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുറച്ച് നല്ല ഡിഫറൻസ് ഇല്ലേ? ഭയങ്കര ഒരു സൈലൻസ് അല്ലേ അജ്മാനിലേക്ക് വരുമ്പോ? സൈലൻസ് ഉണ്ട്, പിന്നെ കീസയും കുറച്ച് സേവ് ആവും. അത് വലിയൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയത്തില്ല. വെറുതെ പുറത്തിറങ്ങിയാൽ മതി, ഡോറിൽ നിന്ന് എടുത്ത് കാല് വെച്ചാൽ മതി, തീർന്നു അല്ലേ? അപ്പൊ വീക്കെൻഡ് ഒക്കെ എന്താ ചെയ്യാ? ഇപ്പം പുറത്ത് പോകുന്നുണ്ടോ? അപ്പൊ വീക്കെൻഡ് ഇപ്പോ ഉച്ചക്ക് ചൂടായോണ്ട് വൈകിട്ട് ഇറങ്ങും. പിന്നെ വേറെ അല്ലാതെ പകലിറങ്ങാറില്ല. യൂഷ്വലി അപ്പൊ എവിടെയാ കറങ്ങാൻ പോകുന്നത് അജ്മാനില്? അജ്മാനിലല്ല കറങ്ങാൻ, ഇപ്പൊ ദുബായ് തന്നെ. ദുബായ് തന്നെ വരുന്നത്. ഞാൻ ആക്ച്വലി റീസെന്റ് അജ്മാനിൽ ഒരു സൂവില് വന്നിരുന്നു, പിക്മി സൂ എന്നും പറഞ്ഞിട്ട്. അറിയില്ല. അങ്ങനെ പറഞ്ഞപ്പോ തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് വൈഫുണ്ട്. വൈഫ് മാത്രം? ഓക്കെ. അപ്പൊ വൈഫിനെയും കൂട്ടിയിട്ട് ഒരു ദിവസം പോയി നോക്ക്. പിക്മി സൂ നമ്മുടെ, എനിക്ക് തോന്നുന്നു കോർണിഷ് ഏരിയന്റെ ഒക്കെ അടുത്തായിട്ടാണ്. കുറച്ച് നല്ല റിമോട്ടാണ്, പക്ഷെ എന്നാലും രസമുണ്ട് അവിടെയൊക്കെ. കുറച്ചും കൂടെ ഒരു വിന്റർ ടൈമിൽ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് സമയമുണ്ട് അവിടെ. ഒരുപാട് പ്ലേസസും ഉണ്ട്, പോണി റൈഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ചും കൂടെ ഹ്യൂമിഡിറ്റി ഉള്ള സമയത്താണ് പോയത്, അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും രസമാണ്, നല്ലൊരു ഇതാണ്, എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അതെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം ഒക്കെ മറന്നുപോയോ? അപ്പൊ ഇതിനൊക്കെ മുന്നേ ആണല്ലേ വിളിച്ചിട്ടുള്ളത്? നൈസ്. അപ്പൊ ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു വീൽ എന്ന് പറഞ്ഞാൽ ഇതിനെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ കറങ്ങിയിട്ട് സ്റ്റോപ്പ് പറയുമ്പോൾ നിൽക്കും. ഓക്കെ, അപ്പൊ ഇതിൽ കുറെ കാറ്റഗറീസ് കാണുന്നുണ്ട്, GK, മ്യൂസിക്, ഇമേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് കറങ്ങി കറങ്ങി നിങ്ങൾ സ്റ്റോപ്പ് എപ്പോഴാണോ പറയുന്നത് അതിലൊരു കാറ്റഗറിയിൽ വന്ന് നിൽക്കും. അതിൽ നിന്നായിരിക്കും ഞാൻ ഓരോ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ 3 പ്രാവശ്യം സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞിട്ട് ഇതിനെ ഇങ്ങനെ കറക്കി നിർത്തി കാറ്റഗറി ചൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? 3ഉം കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സമ്മാനം തരും. എന്താ വേണ്ടത്? നല്ലൊരു ഫുഡ് വൗച്ചർ തരും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബ്യൂട്ടി ട്രീറ്റ്മെന്റിന്റെ വൗച്ചർ തരും. ഫുഡ് വൗച്ചർ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് എൻ്റെ അടുത്ത് വരുന്ന ചോദിക്കേണ്ട റോൾസ് റോയ്സ് കാർ മതി ഒന്ന്. അതിൽ സാറ്റിസ്ഫൈഡ് ആവുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗെയിമിലേക്ക് പോവായിരുന്നു. ഫുഡ് വൗച്ചർ ഓക്കെ ആണല്ലേ? അപ്പൊ ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാം. ശരി, ഓക്കെ, സ്റ്റാർട്ട് പറഞ്ഞു. സ്റ്റോപ്പ്. ഓക്കെ, GK. എനിക്ക് ഇഷ്ടമുള്ളൊരു കാറ്റഗറിയാണ് GK. അപ്പൊ GK എന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. പാട്ട് പാടുവോ? പെട്ടെന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. എങ്ങാനിനി ഞാനത് ചോദിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ആദ്യ മൊബൈൽ ഫോൺ 1996 പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഓക്കെ, 1996 ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള ആദ്യ മൊബൈൽ ഫോൺ ആരാണ് പുറത്തിറക്കിയത്?
ജപ്പാൻ, ഇംഗ്ലണ്ട്, ഫിലിപ്പൈൻസ്. ഫിലിപ്പൈൻസാ ഫിൻലൻഡാ? ഫിൻലാൻഡ്, സോറി, ഫിൻലാൻഡ്. 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 ഫിൻലാൻഡ് അല്ലേ? നമുക്ക് നോക്കാം ഫിൻലാൻഡ് ആണോ എന്നുള്ളത്. കറക്റ്റ് ആൻസർ ആണോ എന്ന് നോക്കട്ടെ. കറക്റ്റ് ആൻസർ. ഇത്ര പെട്ടെന്ന് എങ്ങനെ ഇതൊക്കെ ഓർത്തത്? പണ്ടേ അറിയാലോ, നോക്കിയ ഫിൻലാൻഡ് ആണ്. സംഭവം കേട്ടാ. അടുത്തത് വീണ്ടും ഒന്നുകൂടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഒരു മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് പറയാമോ? സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഇങ്ങനെ ഓടിപ്പോവല്ലേ, അതിനൊരു ഇത്തിരി സമയം കൊടുക്ക്. സ്റ്റോപ്പ്. പാവുണ്ട്, വീണ്ടും ഇറങ്ങി വന്ന് ജിക്കയിൽ നിന്നു. ഒരു ഇച്ചിരി സമയം കൊടുക്കട്ടോ, പാവല്ലേ നമ്മുടെ വീല്. ഓക്കെ, അടുത്ത വീണ്ടും ഞങ്ങൾ ജിക്കെ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ശകുന്തള ദേവിയുടെ പ്രസിദ്ധമായ പുസ്തകം ഏതാണ്? ശകുന്തള ദേവിയുടെ പുസ്തകം. ഓക്കെ, ഓപ്ഷൻ പറയാം. ഹൗ ടു സോൾവ് ഇറ്റ്, ദ ജോയ് ഓഫ് നമ്പേഴ്സ്, മാത്തമാജിക്. പ്രസിദ്ധമായ പുസ്തകം ഏതാണ്? ഹൗ ടു സോൾവ് ഇറ്റ്, പിന്നെ ദ ജോയ് ഓഫ് നമ്പേഴ്സ്, മാത്തമാജിക്. അയ്യോ, കറക്കി കുത്ത്. ഏതെങ്കിലും ഒന്ന് പറയേ. പെട്ടെന്ന് പറ. എന്താ പ്രശ്നം എന്നറിയോ? ഞാനിവിടെ ടൈം ഔട്ട് ആവുമ്പോ കറക്റ്റ് ഇവിടെ ഉത്തരം കാണിക്കും. അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് പെട്ടെന്ന് പറയും ഞാനിങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കുന്നത്. ഓക്കെ, റോങ് ആൻസർ അല്ല, അത് കറക്റ്റ് ആൻസർ ആയിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ കാണിച്ചു കഴിഞ്ഞിട്ടാണ് കണ്ടത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ വിളിക്കുക. ഓക്കെ, ഞാൻ എന്തായാലും 8:30 വരെ ഇവിടെ ഉണ്ട്. ഒന്നും കൂടെ വിളിക്കണേ. ഇനിയും വിളിക്കണം, പിന്നെ നമുക്ക് ഇനിയും വിളിക്കാനുള്ള അവസരമുണ്ട്. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ കോളിംഗ്. അടുത്തൊരു കോളുണ്ട്. ഹലോ. ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ് ടു യു. യെസ്, ഇത് ആരാണ് പറയൂ? മേബിൻ ആണ് സംസാരിക്കുന്നത്, ദുബായിൽ നിന്ന്. മേബിൻ, എവിടുന്ന് വിളിക്കുന്നേ? DIP. വാവ്, വർക്ക് ചെയ്യണോ അവിടെ DIP-ല്? വർക്ക് ചെയ്യുന്ന DIP-ലല്ല, അൽക്കൂസിലാണ്. എങ്ങനെയുണ്ട്? എന്തിലാണ് വർക്ക് ചെയ്യുന്നത്? അഡ്വർടൈസിംഗ് ആണ്. അഡ്വർടൈസിംഗ് കമ്പനി. ആഹാ, നൈസ്. എങ്ങനെ പോകുന്നു വർക്കൊക്കെ? ഓഫ് സീസൺ ആണ്, സോ ഇറ്റ്സ് ക്വൈറ്റ് സ്ലോ. അതാ ചോദിക്കാൻ വന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഓഫ് സീസണിൽ നിങ്ങളുടെ ഒരു ബാക്കപ്പ് ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ബിക്കോസ് ഈവന്റ്സ് ഉണ്ടാവില്ലേ ഈ ടൈമില്? കൂടുതലും എല്ലാരും വെക്കേഷന് പോകുന്ന ടൈം, വർക്ക് കുറവായിരിക്കും അല്ലെ? അപ്പൊ ഈ വർക്ക് ടൈമിലൊക്കെ എന്തായിരിക്കും എന്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നത് ഓഫീസിൽ? സാധാരണ ഞങ്ങൾ പണിയെടുക്കാറാണ് പതിവ്, എന്റർടൈൻമെന്റ് അല്ല. എനിക്ക് വയ്യ, ഇത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി. ആ ഒരു കമ്പനി നെയിമും കൂടെ പറഞ്ഞിരുന്നേ കൊള്ളായിരുന്നു. അത്രയും ഡെഡിക്കേറ്റഡ് ആന്ന് പറയാം നമുക്ക്. അല്ല, നമുക്ക് വെറുതെ മീൻസ് എന്താ അറിയോ, ചില സമയത്ത് നമുക്ക് വർക്ക് കൂടുതലായിരിക്കും, ചില സമയത്ത് നമുക്ക് വർക്ക് കുറവായിരിക്കും. അപ്പൊ നിങ്ങളൊന്നും എന്റർടൈൻമെന്റ് ഒന്നും ഉണ്ടാവില്ല അവിടെ? വർക്കിന്റെ ടൈമിൽ എന്റർടൈൻ ചെയ്യേണ്ട ആവശ്യം, ഞങ്ങൾ ഈ വർക്ക് ബാലൻസ് ഉള്ള ആൾക്കാരാ. വർക്ക് ലൈഫ് ബാലൻസ് കൊടുക്കുന്നതാ. എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. 6 മണി വരെ മര്യാദയ്ക്ക് പണിയാണ്, അത് കഴിഞ്ഞിട്ട് അവർ എന്റർടൈൻ ചെയ്തു. കൊള്ളാല്ലേ? മാനേജർ ലെവലിലാണോ? അതെ. ഓക്കെ, ഗോട്ട് ഇറ്റ്. അതാണ്, അവിടുന്ന് എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് അവർ എന്റർടൈൻ ചെയ്തോട്ടെ, എന്ത് വേണേലും ചെയ്തോട്ടെ. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നാട്ടിലെവിടെയോ? നാട്ടില് ഞങ്ങൾ തൃശ്ശൂര്. ഞങ്ങൾ എന്ന് പറയുന്ന ആരൊക്കെ ഉണ്ട് അവിടെ? ഞാനും എന്റെ വൈഫും. ആണല്ലേ? ഓക്കെ. വൈഫ് എന്ത് ചെയ്യുന്നു? സെയിം ഫേമിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതോ? സെയിം ഫേം അല്ല, ഡിഫറെന്റ് ഫേമിലാണ്. ഓക്കെ. ആളെന്തായിട്ട് വർക്ക് ചെയ്യുന്നത്? ആളും അഡ്വർടൈസിംഗ് ഫീൽഡ് തന്നെയാണ്, ഓപ്പറേഷൻസ്. ഓക്കെ. അപ്പൊ സെയിം കമ്പനി അല്ലല്ലോ അല്ലേ? അല്ലല്ല. അവര് വേണമെങ്കിൽ പോയി എന്റർടൈൻ ചെയ്തോട്ടെ, എന്താന്ന് വെച്ചാല് ഡ്യൂട്ടി അവേഴ്സ് കഴിഞ്ഞിട്ട്. കൊള്ളാം. മുന്നേ നമ്മൾ വിളിച്ചിട്ടുണ്ടോ? മുന്നേ ഞാൻ വേറെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്, ചാനലിൽ വിളിച്ചിട്ടുണ്ട്. വേറെ ഷോയില്? അതെ. എനിക്കൊന്ന് നമ്മൾ ഫസ്റ്റ് ടൈമാണ് വിളിക്കുന്നത്. അതെ. ഓക്കെ, ശരി. ഞാൻ വേറെ ഇതും കൂടെ ചോദിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ക്രേസ് ഉള്ള മ്യൂസിക് ആണോ, മൂവീസ് ആണോ, അതെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോയി എക്സ്പ്ലോർ ചെയ്യുന്നതാണോ, ഫുഡ് കഴിക്കുന്നതാണോ, ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ളത് ആക്ടിവിറ്റി? ഇത് ഇങ്ങനെ ചോദിച്ചാൽ എല്ലാം ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതിൽ ഏറ്റവും താല്പര്യമുള്ള, ഇപ്പൊ ഒരു ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ലോങ് ഹോളിഡേ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, മൂവിയാണ്. ഓക്കെ, എന്ത് ടൈപ്പ് മൂവി ആയിരിക്കും?
ഞങ്ങള് സിനിമേനെ ഇഷ്ടപ്പെടുന്നവരാ. എന്ത് ടൈപ്പ് എന്നോ ലാംഗ്വേജസ് ഒന്നും ഇല്ല. വി വാച്ച് എവറി മൂവീസ്. ആണല്ലേ? ഓ ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പൊ റീസെന്റ് കണ്ട മൂവി ഏതാ? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. ഏതാണ്? ഇന്ത്യൻ 2 ആയിരിക്കും. 3 മണിക്കൂറുകളല്ലേ കണ്ട, എനിക്ക് മറ്റേ മൈൻഡ് റീഡിങ് ഉണ്ട്. ഞാൻ എല്ലാത്തിനും തിരിച്ച് അങ്ങോട്ട് തന്നെ ആൻസർ പറയുന്നില്ലേ? അല്ല, ആക്ച്വലി ഞങ്ങൾ സിനിമ കണ്ടു തുടങ്ങിയപ്പോ ഇറ്റ് വാസ് ക്വൈറ്റ് ഗുഡ്. ഒരു ക്വൈറ്റ് എക്സ്പെരിമെന്റിലൊക്കെ പോലെ തോന്നി. കുറച്ച് ആ പാട്ടിന്റെ കുറച്ച് സിനിമാറ്റോഗ്രാഫീസ് ഒക്കെ കണ്ടപ്പോഴേ. പക്ഷേ അതിനുശേഷം പിന്നെ ശങ്കറിന് എന്നാ പറ്റിയെന്ന് വിചാരിച്ചു. ഓ സാരല്ല, ചിലതൊക്കെ നമുക്ക് അങ്ങനെയാണ്, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം അറിയാമോ? ഗെയിം ഞാൻ കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഇപ്പൊ ടി വി സ്റ്റക്ക് ആയിരിക്കുമല്ലോ നിങ്ങളുടെ ചാനല്. അതെന്നാ? അതിപ്പോ ശരിയായി. ഒന്ന് റിഫ്രഷ് ചെയ്താൽ മതി. കഴിഞ്ഞ ദിവസം ക്രൗഡ് സ്ട്രൈക്ക് ഒക്കെ ഉണ്ടായില്ലേ, അതുപോലെയൊക്കെയാണ്. പറയാൻ പറ്റില്ല, ഇതൊക്കെ എപ്പോ വേണമെങ്കിലും ഉണ്ടാവാം. നമ്മുടെ എയർപോർട്ട് പോലും എനിക്ക് ഒരു ദിവസം ഫുള്ള് സ്റ്റക്ക് ആയിരുന്ന അവസ്ഥ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴാണ്. ഓക്കെ, അപ്പൊ എന്തായാലും അറിയാലോ, വീല് കറക്കണം, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയണം. അതിൽ നിന്നുള്ള കാറ്റഗറിയിൽ നിന്നായിരിക്കും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു തുടങ്ങാം. ഓക്കെ, പറഞ്ഞോളൂ. സ്റ്റാർട്ട്. നമ്മുടെ വീല് റെഡിയാണ്. സ്റ്റോപ്പ്. നമ്മുടെ വീല് ഓഡിയോയിലെത്തി. ടി വി ഉണ്ടോ? ടി വി കാണുന്നുണ്ടല്ലോ. പക്ഷെ അത് സ്റ്റിൽ സ്റ്റക്ക് ആണ്. അതിപ്പോ ഒന്ന് നോക്കിക്കേ. ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ടും സ്റ്റോപ്പും പറയാമോ? ഇപ്പൊ ഓക്കെ കാണും. ഇല്ല, ഞാൻ ആക്ച്വലി റീസ്റ്റാർട്ട് ചെയ്തു. എന്ത്, ടിവിയോ? ഞാൻ സെറ്റ് ബോക്സ് റീസ്റ്റാർട്ട് ചെയ്തു. കൊള്ളാലോ, സംഭവമാണല്ലോ. ഞാൻ പറഞ്ഞപ്പോഴേ അങ്ങനെ ചെയ്തല്ലോ. വർക്ക് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, ഒന്ന് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയോ? സ്റ്റാർട്ട്. സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റോപ്പ്. ഓക്കെ, അപ്പൊ ഇപ്പൊ വന്ന കാറ്റഗറി എന്ന് പറയുന്നത് GK ആണ്. അപ്പൊ GKയില് ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ GK എന്ന് ചോദിക്കാം. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഓപ്ഷനും ഞാൻ പറയുന്നതായിരിക്കും. ONV സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ച വിഖ്യാത ഒഡിയ എഴുത്തുകാരിയാണ്. അപർണ ദേവി, പ്രതിഭ റോയ്, മോണിക്ക ദാസ്. 2024 ഒഡിയ എഴുത്തുകാരിയാണ്. അപർണ ദേവിയാണോ, പ്രതിഭയാണോ, അല്ലെങ്കിൽ മോണിക്ക ദാസ് ആണോ? പെട്ടെന്ന്, ടൈം ഔട്ട് ആവരുത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പ്രതിഭ റോയ്. ഓക്കെ, നോക്കാം കറക്റ്റ് ആൻസർ ആണോ നോക്കാം. എന്തായാലും നമ്മൾ ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ ടൈം ഔട്ട് ആവുന്നത് ഒട്ടും സമ്മതിക്കാൻ പറ്റില്ല കേട്ടോ. അത് ഈ കോളിന്റെ പ്രശ്നമായിരിക്കും കേട്ടോ. എനിക്ക് 2 പ്രാവശ്യം നിങ്ങൾ ഓപ്ഷൻസ് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആൻസർ പറഞ്ഞില്ലേ. നമുക്ക് നോക്കാം. കാണാനും പറ്റുന്നില്ല. കണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇച്ചിരി തിങ്ക് ചെയ്യാനുള്ള. പക്ഷെ കാണേണ്ട ആവശ്യമില്ല, കറക്റ്റ് ആൻസർ ആണ്. വണ്ടർഫുൾ. വീണ്ടും ഓക്കെ, പാട്ട് പാടുവോ? വൈഫ് പാടും. ഓ മൈ, എന്തെന്ന് വൈഫ്? എന്ത് ബിസി? ആളിപ്പോ ഓടി കിച്ചണിൽ പോയി കാണും അല്ലേ? അത് സാരില്ല, വേഗം ഫോൺ കൊടുത്തിട്ട് ആളോട് പാട്ട് പാടാൻ പറയും. അതെന്താ അങ്ങനെ? ഞാൻ ആക്ച്വലി ഇതിൽ ഫസ്റ്റ് തന്നെ പറഞ്ഞൊരു കാര്യം കേട്ടിരുന്നു, നിതം കൺസൾട്ടൻസിയുടെ ഹിറ്റ് മെലഡി ഡ്രീംസ്. കേട്ടില്ല? ഭയങ്കര മോശമാണ് കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്നറിയോ? വൈഫിനെ കൊണ്ട് ഒരു മലയാളം അല്ലെങ്കിൽ തമിഴ് പാട്ട് 2 പാടിക്കുക. കരോക്കെയോ ഒന്നുമില്ലാതെ പാടിക്കുക. 2 വ്യത്യസ്ത ശൈലിയിലും ആയിരിക്കണം. മെലഡി, അടിച്ചുപൊളി, അങ്ങനത്തെ ഇതില്. എന്നിട്ട് പാടിച്ചിട്ട് ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് അതിന്റെ ലിങ്ക് നിങ്ങൾ hello@melodydreams.a സെൻഡ് ചെയ്യുക. എന്താ സംഭവം എന്ന് വെച്ചാൽ, എല്ലാ മാസവും ഇവർ തിരഞ്ഞെടുക്കുന്ന 5 പാട്ടുകാരെ ഒരു സെലിബ്രിറ്റി സിംഗറിന്റെ കൂടെ പാടാൻ അവസരം കൊടുക്കുന്നുണ്ട്. നമ്മുടെ UBL ഹിറ്റ് മെലഡി, ഹിറ്റ് FM കൂടെ ചേർന്നിട്ടാണ്, നിതം കൺസൾട്ടൻസിയാണ് നമുക്ക് ഇതിനു വേണ്ടി പ്രസന്റ് ചെയ്യുന്നത്. നല്ലൊരു അവസരമാണ്, മെഗാ ഇവന്റ് ആണ്. അപ്പൊ എന്തായാലും വൈഫിനെ കൊണ്ട് പാട്ട് പഠിക്കണം. കണ്ട, വിളിച്ചതിന്റെ ഇടയ്ക്ക് ഞാൻ ഇതും പറഞ്ഞു തന്നില്ലേ? അതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. തുടങ്ങിക്കോ. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. സ്റ്റാർട്ട്. ഓക്കെ, സ്റ്റോപ്പ്. ആഹാ, എന്താ അത്? സ്റ്റോപ്പ് പറഞ്ഞു. യെസ്, GK. വീണ്ടും നിങ്ങളുടെ GK എങ്ങനെയുണ്ടെന്ന് IQ ലെവൽ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ.
എന്താ മറ്റേ ലീഷർ ടൈമിൽ ഇത് കൊടുക്കാത്ത ആളല്ലേ? നോക്കട്ടെ എങ്ങനെയാണ്. ഓക്കെ, ചോദിക്കുന്നേ. 2024 വിജയവാഡയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച TDP സ്ഥാനാർത്ഥി ആരാണ്? പുട്ട മഹേഷ് കുമാർ TDP, YS അവിനാഷ് റെഡ്ഡി, കേശിനേനി ശിവനാഥ്, കേശിനേനി ശിവനാഥ്. പെട്ടെന്ന് പ്ലീസ്, ടൈം. ഓക്കെ, നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ. എനിക്ക് വയ്യ, ഇതിപ്പോ ഇത്ര പെട്ടെന്ന് എന്തായാലും ഗൂഗിൾ ചെയ്തു ഞാൻ വിശ്വസിക്കുന്നില്ല. ഹലോ, ഞാൻ വിജയവാഡയിലാണ് എന്റെ ഡിഗ്രി ചെയ്തത്. അതുകൊണ്ട് ഇത് 2024 ആണ്. എനിക്ക് വിജയവാഡയായിട്ടൊരു ബന്ധമുണ്ട്. എന്നെ അടിക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഡിഗ്രി ചെയ്ത വർഷം എന്ന് പറയുന്നത് 2011. ഞാൻ വിശ്വസിച്ചു. ഓക്കെ, 2011 പാസ് ഔട്ട് ആണ്. ഓക്കെ, ഞാൻ വിശ്വസിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഹാട്രിക്. ഞാനല്ല, നിങ്ങൾ സ്റ്റോപ്പ് പറഞ്ഞപ്പോ അത് തന്നെ വന്ന് നിന്നതാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട് ഞങ്ങൾ തമ്മില്. ഓക്കെ, അപ്പൊ ചോദിക്കാണ്, സാധാരണ ഒരു ഫ്ലോപ്പി ഡിസ്കിന്റെ വലിപ്പം എത്രയാണ്? ഓക്കെ, ഫ്ലോപ്പി ഡിസ്ക് ഇല്ലേ? സെന്റിമീറ്റേഴ്സ് ആണോ അതോ അതിന്റെ സ്പേസ് ആണോ? ഇഞ്ച്. ഓക്കെ, 3.5, 4.5, 5.25 ഇഞ്ചാണ് ചോദിക്കുന്നത്. പറഞ്ഞു. ഓക്കെ, 3.5. നോക്കാം കറക്റ്റ് ആൻസർ ആണെന്നുള്ള. ഓ മൈ ഗോഡ്, കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. ഐ ആം ഇംപ്രസ്ഡ്. അടിപൊളി, സൂപ്പർ. അപ്പൊ എന്തായാലും 800, 825 വിളിച്ചിട്ട് ഗിഫ്റ്റ് കൺഫേം ചെയ്യാം. ഓക്കെ, ഇനി ഇവിടെ വന്നിട്ട് ഈ ഷോ തീരുന്നവരെ എന്തായാലും കാണണം. ഒരു ഒന്നിൽ കൂടുതൽ വിന്നേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് അതിൽ നിന്ന് ലോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റും കൂടെ തരുന്നതായിരിക്കും. കാലിക്കറ്റ് ജംഗ്ഷന്റെ ആണോ ഗ്രീൻ ഒളീസിന്റെ ആണോ എന്നപ്പ അറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും ഷോ തീരുന്നവരെ കാണാം. ഇനി ഇവിടെ വന്നിട്ട് ഗിഫ്റ്റ് കളക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം നമ്മളോട് ഒന്ന് ഷോ ചെയ്യാനുള്ള അവസരം കൂടെ ഉണ്ട്. അപ്പൊ ആളാരാണെന്ന് എല്ലാവർക്കും അറിയണ്ടേ? Great. Once again, congratulations and thanks for calling. Thank you. Nice talking to you. Bye. അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ. ഗുഡ് ഈവനിങ്. എന്ത് പറയുന്നു ശൈലന്റി? എങ്ങനെയുണ്ട് ഇപ്പോ? ഓക്കെ ആണോ? ആണല്ലേ. ഇവിടെ വന്ന് സെറ്റ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഓക്കെ ആണല്ല. ഇപ്പോഴും റെസ്റ്റിലാണോ? ഇവിടെ റെസ്റ്റ് പറ്റൂലെന്ന് എന്ത് ഇത്ര വലിയ പണിയുള്ളത്? മാലിക്കിന് മാത്രല്ലേ ഉള്ളൂ ഇവിടെ. എനിക്ക് അതാ ഞാൻ പറഞ്ഞ നേരത്തെ പഠിപ്പിച്ചു തുടങ്ങ്. ഇനി ഗ്യാസ് തുറന്നിട്ടിട്ട് വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. നല്ല വിശ്വാസം ഉണ്ട് കേട്ടോ. അയ്യോ, എനിക്ക് വയ്യ. ഒരു ദിവസം കൊണ്ട് ഇവിടെ കല്യാണം കഴിയുമ്പോ അതൊക്കെ രണ്ടുപേരും കൂടെ അവർ ചെയ്തോ. അതെ, അതാണ്. അല്ലെങ്കിൽ അവള് ജയിക്കും, അത്രേ ഉള്ളൂ. ഇപ്പോൾ പെൺപിള്ളേർ എങ്ങനെയാണ്? അതെ, ഇപ്പോൾ എന്തായാലും ചെയ്യിപ്പിച്ചേ പറ്റൂ. ഈ ചെറുപ്പത്തിലേ തൊട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് പഠിപ്പിച്ചു. ഞാനിപ്പോ അതാ പറയുന്നത്. ഞാൻ ഈവൻ മോളുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ഇത് ചെയ്ത് കൊടുത്താൽ പോലും മോന്റെ അടുത്ത് ചെയ്തു കൊടുക്കില്ല, തന്നെ ചെയ്യാൻ പറയും. അങ്ങനെ വേണം. ഇതൊന്നും പഠിപ്പിക്കാത്ത ഒരാളെയാണ് എന്റെ കൂടെ വിട്ടത്. അതാണ്. അതുകൊണ്ട് നമ്മൾ എന്തായാലും മാറ്റി ചിന്തിക്കണം. ഓക്കെ, എവിടെ പുറത്തു പോയി ഈ ആഴ്ച? മാളില് പോയി. എവിടുന്നാണ് മാക്ഡൊണാൾഡ്സ് വാങ്ങിച്ചു തന്നത് അല്ലേ? ഇഷ്ടമല്ല, നമുക്ക് നാടനാണ് എനിക്കിഷ്ടം. നാടനാണ്. നാടൻ എന്താണ് ഇഷ്ടമുള്ളത് ഏറ്റവും കൂടുതൽ? അല്ല, നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് അതെ കഴിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം. അതിലെന്താണ് ഏറ്റവും കഴിക്കാൻ ഇഷ്ടമുള്ളത്? എപ്പോഴും കഴിക്കാൻ തോന്നുന്ന ഒരു ഇതെന്താണ്? അങ്ങനെയൊന്നുമില്ല, കഴിക്കാം. ഇടിയപ്പവും ഒക്കെ ഉണ്ടാവും. ഇന്ന് എന്തായിരുന്നു സ്പെഷ്യല്?
ഇന്നിപ്പോ കടലക്കറി മുട്ടയും ഇൻസ്റ്റന്റ് പൊറോട്ട വാങ്ങിച്ചു. ഓ എനിക്ക് വയ്യ. ഇനി അങ്ങോട്ട് തകർക്കണം. ഒരു മാസത്തെ ക്ഷീണം അങ്ങോട്ട് തീർക്കണം മാലിക്കിന്റെ അല്ലേ? കൊള്ളാം എന്തായാലും. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? പോവാം. ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. സ്റ്റോപ്പ്. ഓക്കെ, മൂവീസ് ആണ് ശൈലജി. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൂവി പറയൂ. ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ മലയാളത്തില് ഒരുപാടുണ്ട്. എന്നാലും പെട്ടെന്ന് ഓർമ്മ വരുന്നത് പഴയ സിനിമകളാണ്. അതെ. അപ്പൊ അത് പറഞ്ഞ സുജുവിന് മനസ്സിലാവൂല ആ സിനിമ ചിലത് കേട്ടോ. കാരണം എന്താണെന്നറിയോ, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കുറച്ച് ചെറിയൊരു ക്ലിപ്പ് കണ്ടിട്ട് പഴയ ഒരു സിനിമ പോയി കണ്ടു. ഏതാണെന്നറിയോ, ഉമ്മറിന്റെയും സുകുമാരിയുടെയും, ഉമ്മർ, സുകുമാരി, മോഹൻലാൽ, റഹ്മാൻ, ലിസി, ഇവരെല്ലാം കൂടെ ഉള്ളൊരു സിനിമ. പക്ഷെ പഴയതൊക്കെ ഇപ്പൊ വീണ്ടും അതിന്റെ പേര് ഞാൻ വിട്ടുപോയി. പാട്ടുകൾ കളിയിൽ അല്പം കാര്യം, അത് തന്നെ. കളിയിൽ ഞാൻ കുറച്ച് കഴിഞ്ഞൊരു വീക്കാ ഞാൻ കണ്ടത്. പക്ഷെ രസമുണ്ട് ഇതൊക്കെ കാണാൻ, പഴയ സിനിമകളായാലും. പഴയതൊക്കെ നല്ല. അതെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? പഥേർ പാഞ്ചാലി എന്ന സിനിമയിൽ ദുർഗ റോയ് ആയി അഭിനയിച്ച നടിയുടെ പേരെന്താണ്? എന്തായാലും ഞാൻ കറക്കി കുത്തോളന്ന്. അപർണ ബാനർജി, കരുണ ബാനർജി, ഉമാദാസ് സുപ്രിയ. ഉമാദാസ് ഗുപ്ത, സോറി. ഓപ്ഷൻ എ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, പേരും ഇല്ല. അപർണ പറയാൻ പറ്റൂല. അയ്യോ, നിങ്ങക്ക് രണ്ടുപേർക്കും ഇന്ന് തന്നെ. ഓപ്ഷൻ എ പറഞ്ഞു, ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. രണ്ടുപേർക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തായാലും സന്തോഷമുണ്ട് ശൈലാൻഡി വിളിച്ചതില്. നമുക്ക് സംസാരിക്കാൻ ഒരു മാസത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നല്ലോ. ഇന്നിപ്പോ ഞാൻ വന്നു. ഞാൻ നാട്ടിൽ പോവാണ് നാളെപ്പത്തേക്കും. ഞാൻ ഈ ആഴ്ചത്തെ കുറച്ച് ദിവസം ഇല്ല, 2-3 ആഴ്ച അത്രേ ഉള്ളൂ. ഓക്കെ ശൈലാൻഡി, അപ്പൊ ശരി. ഓക്കെ, അടുത്തൊരു കോൾ ഉണ്ട്. ഹലോ, കോൾ കട്ടായോ? ഗുഡ് ഈവനിങ്. ഇപ്പം വിളിച്ചാൽ ആഷിഫ്. ആഷിഫ് പറയൂ. യെസ്, ഒന്നും കൂടെ നമുക്ക് കറക്കാം. ആഷിഫിന്റെ ആ ഒരു സ്പിരിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നല്ല, നമുക്ക് വീണ്ടും പോവാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. പറഞ്ഞോ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറയൂ. സ്റ്റാർട്ട്. ഒന്നും കൂടെ ഒന്ന് പറയാം. ഒന്നും കൂടെ. സ്റ്റാർട്ട്. സ്റ്റോപ്പ്. സ്റ്റോപ്പ് എന്നല്ലേ പറഞ്ഞത്? നമ്മുടെ വീല് വേറെന്തോ കേൾക്കുന്നുണ്ടെന്നു. ഓഡിയോ ആണേ. ടിവിയിൽ കാണുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ടിവിയുടെ വോളിയം കുറച്ച് നന്നായിട്ട് കൂട്ടുമോ? ഞാനൊരു ഓഡിയോ പ്ലേ ചെയ്യാം. ഓഡിയോ പ്ലേ ചെയ്യാം. ടിവിയിൽ ശ്രദ്ധിക്കണേ ഓഡിയോ. എന്നിട്ട് അത് കഴിയുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ കുറച്ച് സൗണ്ട് കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ ടിവിയുടെ സൗണ്ട് വെച്ചോ. ചെന്നു തടുത്തു യുദ്ധം ലങ്കാധിപതിയായ രാവണനെ കാണാൻ ചെന്ന ഹനുമാൻ ഓരോരോ രോമങ്ങൾ പറിച്ചറിയവേ ഇത് ഏത് ചിത്രത്തിലെ സംഭാഷണമാണ്? എനിക്ക് ഓപ്ഷൻ പോലും പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആക്ച്വലി എന്താ സംഭവം എന്ന് അറിയാം, ഇപ്പൊ നമുക്ക് ഈ രാമായണ മാസമാണ് ഇപ്പൊ ഇവിടെ. അപ്പൊ ഞാൻ ഇതുപോലെ വായിക്കുമ്പോ എന്റെ വീട്ടിൽ ഇത് തന്നെ പറയാറ്. ഈ ഒരു താളത്തിലാണ് ഞാനും വായിക്കുന്നത്. രാമനോ തോർത്തില്ല. അതാണ് എനിക്ക് പെട്ടെന്ന് ചിരി വന്നത്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഇതിപ്പോ നമുക്ക് വേറെ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. കറക്റ്റ് ആൻസർ. ഓക്കെ, വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. സ്റ്റാർട്ട്. ടൈം ഔട്ട് ആവുന്നതിന് മുന്നേ പറയണേ. ഓക്കെ, സ്റ്റോപ്പ്. സ്പോർട്സ്. ഓക്കെ, സ്പോർട്സിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്താണ് ഇഷ്ടപ്പെട്ട സ്പോർട്സ്? ക്രിക്കറ്റ് ആണോ, ഫുട്ബോൾ ആണോ? എല്ലാം ഇഷ്ടമാണ്. നാട് എവിടെയാ? നാട് മാഹി. നിങ്ങൾ കൂടുതൽ ഫുട്ബോളിന്റെ ആരാധകരല്ലേ? ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ആദ്യ ICC വനിതാ T20 ലോകകപ്പ് നേടിയ രാജ്യം?
ICC വനിതാ T20 ലോകകപ്പ് നേടിയ രാജ്യം? ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക? ഓസ്ട്രേലിയ ആകാനാണ് എനിക്ക് ചാൻസ്. ഓസ്ട്രേലിയ. ടൈം ഉണ്ട്, ആലോചിച്ചോ. ഫസ്റ്റ് അതെ, ആദ്യത്തെ. ഇംഗ്ലണ്ട് ഓർ ഓസ്ട്രേലിയ ആണ്. ഓക്കെ, ഇംഗ്ലണ്ട് ഓർ ഓസ്ട്രേലിയ എന്നോ? എന്തെന്ന്? ഇംഗ്ലണ്ട്. അവസാന, അയ്യോ, കറക്റ്റ് ആൻസർ. എനിക്ക് ഈ അവസാന നിമിഷമാണെങ്കിലും കറക്റ്റ് ആക്കി. അടിപൊളി. ഓസ്ട്രേലിയ കുറെ തവണ നേടിയ ഓസ്ട്രേലിയ. ഈ അവസാന നിമിഷം മാറ്റി ഓറെന്നൊന്നും പറയരുത് കേട്ടോ. ഐദർ ഓർ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യത്തില്ല, ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഇപ്രാവശ്യം കപ്പടിച്ചോണ്ട് പോകും. നോക്കട്ടെ. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞു. സ്റ്റാർട്ട്. എനിക്ക് Stop. ഇഷ്ടപ്പെട്ട ആ വാശിക്ക് നമ്മൾ വീണ്ടും വിളിച്ച് ഇതാക്കിയല്ലോ. അടിപൊളി. സ്റ്റോപ്പ്. GK. കുഴപ്പമൊന്നുമില്ല. GK കൊണ്ടുപോകും. ഓക്കെ, GK ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കണം. ടൈം ഔട്ട് ആവുന്നതിന് മുന്നേ ആൻസർ പറയണം. നമ്മൾ ഇന്ന് കപ്പടിക്കണം. ഓക്കെ, റെഡിയല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ വരുന്നു. സാഹിത്യത്തിനുള്ള നോബൽ പുരസ്കാരം 2023 ലഭിച്ച നോർവീജിയൻ സാഹിത്യകാരൻ ആരാണ്? നോർവീജിയൻ. ഓക്കെ, ഹെൻറിക് ഇബ്സൺ, ബ്രയാൻ ഇവൻസൺ, യൂൺ ഫോസെ? സമയമുണ്ട്, പറഞ്ഞു. ഹെൻറിക് ഇബ്സൺ. കറക്കി കുത്തിയതാണോ? കേട്ട പോലെ വെച്ചിട്ടാണോ? നമുക്ക് നോക്കാം. സി ആയിരുന്നു കറക്റ്റ് ആൻസർ. യൂൺ ഫോസെ. സാരമില്ല. ഓക്കെ, നാളെ എന്തായാലും വിളിക്കണം. മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നമ്മളുണ്ട്. സെയിം 7:30 to 8:30. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. വീണ്ടും വിളിച്ചല്ലോ. താങ്ക്സ് ഫോർ കോളിംഗ്. ഓക്കെ, ഇനിയൊരു കോൾ ഉണ്ടോ? ഹലോ. ഓക്കെ, അപ്പം നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരട്ടെ ഞാൻ. Welcome back to 3 in 1 in association with Time Express Cargo, gift sponsored by Calicut Junction, Green Olives Beauty Salon and special gift hamper from Ujala. അപ്പോൾ നമ്മൾ ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. വീണ്ടും ഞാനൊന്നും കൂടെ പറയുകയാണ്, നമ്മുടെ പുതിയ കോളേഴ്സ്, പുതിയതായിട്ട് ഷോ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുകയാണ്, ഹിറ്റ് മെലഡി ഡ്രീംസ്, നമ്മുടെ സ്വന്തം നിതം കൺസൾട്ടൻസി നമുക്കായി തരുന്ന ഈ ഒരു മെഗാ അവസരം എന്ന് പറയുന്നത് പാട്ടിനെ സ്നേഹിക്കുന്നവർക്കും പാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: 2 വ്യത്യസ്ത ശൈലിയിൽ നിങ്ങൾ പാടുക. അതായത് മലയാളത്തിലും തമിഴിലും പാടിയിട്ട് ഈ പാടുന്ന വീഡിയോൻ്റെ അപ്ലോഡ് ചെയ്യുക. നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുക. ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുന്ന ലിങ്ക് നിങ്ങൾ hello@melodydreams.a സെൻഡ് ചെയ്യുക. കറക്റ്റ് ആയിട്ടുള്ള മെയിൽ ID നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് തന്നെ നിങ്ങൾ സെൻഡ് ചെയ്യുക. എന്നിട്ട് ഈ സെൻഡ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 5 പേരെ ആയിരിക്കും ഒരു മന്തിൽ വരുന്ന സെലിബ്രിറ്റി സിംഗറിന്റെ കൂടെ പാടാൻ അവസരം നൽകുന്നത്. ഇത് ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ മെഗാ ഇവന്റിൽ വെച്ചിട്ടായിരിക്കും. സോ അത്രയേറെ എക്സ്പോഷർ ഉള്ള ഒരു ഇവന്റ് ആണ്. സോ പാട്ടിനെ സ്നേഹിക്കുന്നവർക്ക്, പാട്ടുകാരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഹിറ്റ് മെലഡി ഡ്രീംസ്. അപ്പോൾ മറക്കാതെ തന്നെ സെൻഡ് ചെയ്യുക. ഹിറ്റ് മെലഡി ഡ്രീംസ് ഈ ഒരു 1 ഇയറിലേക്കുള്ള ജേർണിയാണ്. അപ്പോൾ ഒരു മന്ത് നിങ്ങളെ സെലക്ട് ചെയ്തില്ലെങ്കിലോ 2 പ്രാവശ്യം സെലക്ട് ചെയ്തില്ലെങ്കിലോ ഒന്നും കൊണ്ട് പേടിക്കേണ്ട. ഒരു 12 months ജേർണി ഉണ്ട്. 12 പ്രാവശ്യത്തേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ് ഈ ഒരു അവസരം. ഓക്കെ, അതാണ് ഹിറ്റ് മെലഡി ഡ്രീംസിൻ്റെത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ വേറൊരു ബിഗ് ഈവൻ്റ് ആണ് KMFയുടെ ലോഞ്ച്. KMFയുടെ ലോഞ്ച് ഈ ഒരു ജൂലൈ 28 നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ ഹാൾ നമ്പർ 6 വെച്ചിട്ടാണ്. KMFA എന്ന് പറയുന്ന കൂട്ടായ്മയിൽ അവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 40+ ആൾക്കാർക്ക്, ഫിറ്റ്നസ്സിന് താല്പര്യമുള്ളവർക്കോ അല്ലെന്നുണ്ടെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഈവൻസോ കാര്യങ്ങളോ കൂട്ടായ്മയോ സൗഹൃദത്തിലുള്ള കൂട്ടായ്മയോ ആയിക്കോട്ടെ, എന്തിനു വേണമെങ്കിലും KMFA നിങ്ങളെ വെൽക്കം ചെയ്യാണ്. അപ്പോൾ ഇവർ ഈ ഒരു ലോഞ്ച് ഇവൻറ്റിൽ ഒരു ഫുട്ബോൾ മാച്ചും കൂടെ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ഫുട്ബോൾ മാച്ച് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്ലി മാച്ച് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഹെൽത്തി റിലേഷൻസിലുള്ള ഒരു മാച്ച് ആവാം. എന്തായാലും അങ്ങനത്തെ ഒരു ഫുട്ബോൾ എക്സ്ട്രാ വാഗൻസ് കൂടെയാണ് അന്ന് നടക്കാൻ പോകുന്നത്. ജൂലൈ 28
വേൾഡ് ട്രേഡ് സെൻറ്റർ ഹോട്ട് നമ്പർ 6 വെച്ചിട്ടാണ്. അപ്പോൾ മറക്കാതെ ഈ ഒരു KMFയുടെ മെമ്പർ ആവാൻ തന്നെ നോക്കുക. അതുപോലെ തന്നെ KMFയുടെ മെമ്പേഴ്സിൻ്റെ 4 മെമ്പേഴ്സിൻ്റെ ഒരു ഫോൺ നമ്പേഴ്സും തരുന്നുണ്ട്. നിങ്ങൾക്ക് ഫർദർ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും മെയിൽ ID യും കൊടുത്തിട്ട് ഇവരുടെ അടുത്ത് നിന്നും ബാക്കി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് ഇതിൽ ജോയിൻ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈവൻറ്റ്സ് കണ്ടക്ട് ചെയ്യണോ ഇവരുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട്, ഇതിനുള്ള അവസരങ്ങളെല്ലാം KMF നിങ്ങൾക്കായിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡേറ്റിൽ എന്തായാലും പോയിട്ട് ലോഞ്ചിൽ എന്തായാലും പങ്കെടുക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് കണക്ഷൻസും അതുപോലെ തന്നെ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പും പിന്നെ അതിൻ്റെ കൂടെ തന്നെ എപ്പോഴും ഒരു ഫിറ്റ്നസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്പോർട്ട് ആക്ടിവിറ്റി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. ഇതിനെന്തായാലും KMF നിങ്ങൾക്ക് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ എന്തായാലും KMFയുടെ മെമ്പർ ആവും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് വീക്ക് വേറൊരു കാര്യം പറഞ്ഞിരുന്നു. നമുക്കിപ്പോൾ ഒരു കർക്കിടക മാസമാണെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് 1-2 പേരിങ്ങനെ ചോദിച്ചു, കർക്കിടക മാസം എന്ന് പറയുമ്പോൾ നാട്ടിലിങ്ങനെ എന്താ പഞ്ഞമാസം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന്, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് കേട്ടുള്ള അറിവ് എനിക്ക് കൂടുതലും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കർക്കിടക മാസത്തിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയും തണുപ്പും അങ്ങനത്തെ ഒരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് എന്താ പറയുക ഒരു ഹാർവെസ്റ്റിംഗ് ഇതല്ലാത്തൊരു സീസൺ. പക്ഷേ ഈ കർക്കിടകം കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ചിങ്ങമാസം ഉണ്ടല്ലോ, അതിലായിരിക്കും ഈ ക്രോപ്സിൻ്റെ ഹാർവെസ്റ്റിങ്ങും കാര്യങ്ങളും ഒരു സമൃദ്ധിയിലേക്ക് വരുന്നത്. അപ്പോൾ സമൃദ്ധിക്ക് മുന്നേ ഉള്ളൊരു കാലഘട്ടം, കൂടുതലും മഴയും ഇതൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷെ അപ്പം എന്താ അറിയോ, പണ്ടത്തെ ആൾക്കാർ കൂടുതലും ഈ ഒരു സമയത്ത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ശ്രദ്ധിക്കുമായിരുന്നു. അതായത് ഉഴിച്ചിലും പിഴിച്ചിലും അങ്ങനത്തെ ഇതൊക്കെയായിട്ട്. കാരണം നമുക്ക് കുറച്ചും കൂടെ റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയം, ചൂടൊന്നുമില്ല, തണുപ്പാണ്, മഴയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് റെസ്റ്റ് എടുക്കാനും ഒക്കെ നല്ലൊരു സമയമായതുകൊണ്ട് കർക്കിടക മാസത്തിൽ കൂടുതലും അവർ എന്തെങ്കിലും ഉഴിച്ചിലും പീച്ചിലും ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമായിരുന്നു. പിന്നെ കുറച്ച് ഈ മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. നമുക്കറിയാം എപ്പോഴും നാട്ടിൽ മഴയാണ്, ഫുൾ മഴയാണ്. അപ്പോൾ അധികം പുറത്തിറങ്ങാൻ പറ്റില്ല. അതൊക്കെ കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഉഴിച്ചിലും പീച്ചിലും പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അതും ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ അതിനും കൂടുതലാണ്. അത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ആ ട്രീറ്റ്മെൻറ്റിന് പോകാതിരിക്കുകയായിരിക്കും നല്ലത്. അത്രത്തോളം നമുക്ക് റെസ്റ്റ് എടുക്കാനും പറ്റിയൊരു ടൈമല്ല. അപ്പോൾ കർക്കിടക മാസം എന്ന് കേൾക്കുമ്പോഴേ നമ്മളിങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾക്ക് വേണ്ടി ആലോചിക്കരുത്. നമ്മുടെ ക്ലൈമറ്റ് കണ്ടീഷനും കൂടെ നോക്കണം. ഇപ്പം നാട്ടിലെനിക്കൊന്നും ഭയങ്കരമായിട്ട് മഴയും കുറച്ച് ഇതാണ്. അതുപോലെ തന്നെ സ്പ്രെഡിങ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ട് ഒരുപാട്. എന്ന് വെച്ചാൽ പനിയായാലും അല്ലാത്ത കണ്ടീഷൻസ് ഒരുപാട് കൂടുതലുണ്ട്. അപ്പോൾ നാട്ടിൽ പോകുന്നവരും ശ്രദ്ധിക്കണം, നാട്ടിൽ നിന്ന് വരുന്നവരായാലും അതിനുള്ള പ്രിക്കോഷൻസ് എല്ലാം എടുത്തിട്ട് വേണം വരാൻ. അപ്പോൾ നമുക്കൊരു കോൾ ഉണ്ടോ? ഓക്കെ, ഇല്ല. ഓക്കെ, പിന്നെയുള്ള വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വീക്ക് ഫിലിമിനെ പറ്റിയൊന്നും പറയാനില്ല. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ വീക്ക് കണ്ടൊരു ഫിലിം എന്ന് പറയുന്നത് ഇപ്പോൾ പഴയ കാലത്തെ ആ ഒരു ഫിലിമായിരുന്നു. അതിൻ്റെ ഒരു ക്ലിപ്പ് കണ്ടിട്ട് അതിലേക്കുള്ള ഇതിൽ ഞാൻ പോയതാണ്. പക്ഷേ നല്ലൊരു എൻ്റർടൈനിങ് മൂവിയായിരുന്നു. ഇപ്പോൾ ഉമ്മറായാലും പണ്ടത്തെ ആ ഒരു ഇതിൽ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര എൻ്റർടൈനിങ്. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഇന്നത്തെ കാലം എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് വളരെയേറെ ആ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള ഒരു ഫിലിമാണ് കളിയിൽ അല്പം കാര്യം എന്ന് പറയാം. പറ്റുമെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. ഫുള്ളൊരു ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ളൊരു ഫിലിമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് എന്താ പറയുക, നമുക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. കാണുമ്പോൾ നമുക്ക് തോന്നും ഇപ്പോഴും ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നൊരിതാണ്. അങ്ങനെ ഒരു മൂവിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു കോമഡി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കുക. സുകുമാരിയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പരിഷ്കാരി എന്നുള്ള ലെവലിൽ എപ്പോഴും നമ്മൾ ആലോചിക്കുമ്പോൾ പണ്ടത്തെ ആ ഒരു പരിഷ്കാരി എന്നുള്ള ലെവലിൽ ആലോചിക്കുമ്പോൾ നമുക്ക് എപ്പോഴും സുകുമാരിനെ ഓർമ്മ വരുന്നത്. സുകുമാരിയൊക്കെ ഭയങ്കര സൂപ്പറായിട്ട് ചെയ്തൊരു ഫിലിമാണിത്. റഹ്മാൻ ആയാലും ലിസി, മോഹൻലാൽ ഇവരെല്ലാവരും ഭയങ്കര ഒരു ഇതിലാണ് ചെയ്തിരിക്കുന്നത്. ബഹദൂർ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നല്ലൊരു എൻ്റർടൈനിങ് മൂവിയാണത്. പിന്നെ ഫിലിം റിലീസായിട്ടുള്ളത് വേറെ പ്രത്യേകിച്ചൊന്നും ഈ വീക്കൊന്നും കണ്ടില്ല. പിന്നെ കൂടുതലിപ്പം വെക്കേഷൻ ടൈമാണ്, ഈവൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആയാലും എല്ലാം കുറവാണ്. പിന്നെ കുട്ടികൾക്കായാലും പുറത്തിറങ്ങാനിപ്പോൾ അധികം കൂടുതൽ ഇൻഡോഴ്സാണ് കൂടുതലുള്ളത്. ഇപ്പം മാളിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്, ഇൻഡോർ ആക്ടിവിറ്റീസ് കൂടുതലുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നൊരിതെന്ന് പറഞ്ഞാൽ അജ്മാനിൽ ഈ ഒരു സൂ ഉണ്ട്. പക്ഷേ അത് കൂടുതലും ഔട്ട്ഡോറാണ്. കുറച്ച് ഔട്ട്ഡോർ ആക്ടിവിറ്റീസാണ് അവിടെ കൂടുതലും. നിങ്ങൾക്ക് കൂടുതൽ ആനിമൽസിനെ കാണാനും ബേർഡ്സിനെ കാണാനും അവരെ നേരിട്ട് ഇപ്പോൾ കയ്യിൽ വെച്ചിട്ടായാലും ഇപ്പോൾ പാമ്പിനെയൊക്കെ എടുത്ത് തോളലിട്ട് തരും, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പക്ഷേ ഔട്ട്ഡോർ കുറച്ച് നല്ല നടക്കാനുള്ളതുള്ളതുകൊണ്ട് മേ ബി അത് വിൻ്ററിലേക്കായിരിക്കും കൂടുതൽ നല്ലൊരു എക്സ്പോഷർ ഉണ്ടാവുന്നത്. UAE പിഗ്മി സൂ എന്നാണ് പറയുന്നത്. അജ്മാനിലാണ് ലൊക്കേഷൻ. അതല്ലാതെ ഇൻഡോർ ആക്ടിവിറ്റീസ് നമുക്ക് കൂടുതലുള്ളത് അൽക്കൂസിൽ അല്ലെന്നുണ്ടെങ്കിൽ ബർഷ ഈ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ ഇൻഡോർ ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും വെക്കേഷൻ ഇവിടെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കുറേ ലൊക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും പോയി എക്സ്പ്ലോർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്ക് സ്റ്റാർട്ടിങ് ഇതെല്ലാം ആശംസിക്കുന്നു.
അപ്പോൾ എനിക്ക് തോന്നുന്നു 2 വിന്നേഴ്സ് ഉണ്ടാകുന്നില്ല, ഇല്ല, ഒരു വിന്നറേ ഉള്ളൂ, ഒരേ ഒരു വിന്നറേ ഉള്ളൂ. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വരട്ടെ ഞാൻ. ഓക്കെ, മാബിൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ല, മാബിൻ മാത്രമേ ഉള്ളൂ. അപ്പം മാബിന് കൊടുക്കാൻ പോകുന്നത് എന്താ കൊടുക്കണ്ടേ? ഫുഡ് വൗച്ചർ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയും എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാബിന് കൊടുക്കാൻ പോകുന്നത് കാലിക്കറ്റ് ജംഗ്ഷൻ്റെ ഒരു ഫുഡ് വൗച്ചറാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ കാലിക്കറ്റ് ജംഗ്ഷനിൽ പോയിട്ട് വെറൈറ്റി ഓഫ് അവരുടെ സിഗ്നേച്ചർ ഡിഷസ് ഉണ്ട്, അതെല്ലാം പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം. കാലിക്കറ്റ് ജംഗ്ഷൻ നമ്മുടെ അൽക്കിസൈസിലാണ്. അതുപോലെ തന്നെ UBL ഓഫീസിൽ വന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് കളക്ട് ചെയ്യാൻ പറ്റും. അതിന് മുന്നേ 800-8585 വിളിച്ചിട്ട് ഈ ഒരു ഗിഫ്റ്റും കൂടെ കൺഫേം ചെയ്യണം. ഓക്കെ, അപ്പം മാബിൻ, ഐ ഹോപ്പ് യു ആർ ഹാപ്പി. അപ്പോൾ എന്തായാലും കൺഫേം ചെയ്യുക. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗെയിൻ. നമ്മൾ 3-in-1 മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ 7:30 to 8:30 ഇവിടെ ഉണ്ടാവുന്നതാണ്. സോ ദിസ് ഇസ് സുജിത സൈനിങ് ഓഫ് ടുഡേ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.